ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് മിക്കവാറും ചില നോയ്സ് കാണാൻ ചാൻസ് ഉണ്ട്, കാരണം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ നല്ല സൗണ്ട് ഉണ്ട്, ഷീറ്റിലൊക്കെ വെള്ളം വന്ന് വീഴുന്നതിന്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന് ഉണ്ടോ എന്നുള്ളത് ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ. അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കാം. അപ്പൊ വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. ഇന്ന് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ 11ാമത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നലെ രാവിലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇന്നലെ അധികം ഇഷ്യൂസ് കിച്ചണിൽ കണ്ടില്ല, എങ്കിലും രാവിലത്തെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കുറെ ആൾക്കാർക്ക് കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം അത് കിട്ടാത്തവർക്ക് പൊട്ടറ്റോ വെച്ച് എന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കണ്ടസ്റ്റൻസ് ഇന്നലെ ഇഷ്യൂ ഉണ്ടാക്കിയത്. അപ്പൊ അത് കിച്ചൺ ക്യാപ്റ്റനായ അനീഷിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അനീഷും ഓൾറെഡി ആ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. അപ്പൊ അനീഷിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അനീഷിനെ അത് ശ്രദ്ധിക്കാം എന്നുള്ളതെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അനീഷിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ ശരത്ത് അത് വലുതാക്കി കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണല്ലോ അവിടെ നടക്കുന്നത്. അതുപോലെ നമ്മുടെ ശരത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് അനീഷിനെ അടുത്ത് പോരുന്ന ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അതായിരുന്നു അവിടുത്തെ ഇന്നലെ രാവിലത്തെ ഇഷ്യൂ. അതിനുശേഷം ഇന്നലെ ആദ്യം കൊടുത്ത ഗെയിം എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്റ്റാർ ബാഡ്ജ് കയ്യിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് പറ്റിയ ഒരു ഗെയിമാണ് നമ്മുടെ ബിഗ് ബോസ് ഇന്നലെ കൊടുത്തത്. വലിയ ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു ചെറിയ സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ 3 ബാഡ്ജസും അവിടെ കൊണ്ടുവച്ചു. ഇപ്പൊ ബാഡ്ജ് ഇരിക്കുന്നത് ആര്യൻ, നെവിൻ, ആദില, നൂറ എന്നീ കണ്ടസ്റ്റൻസിന്റെ കയ്യിലാണ്. അപ്പൊ ഇവര് 3 പേരും ബാഡ്ജസ് ആ ചെറിയ സർക്കിളിനുള്ളിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഒരു നിശ്ചിത ഗ്യാപ്പിന് ശേഷം ഒരു വലിയ സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിന് പുറത്തായിട്ട് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കുക. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓടിപ്പോയി ആ ബാഡ്ജ് എടുക്കുക. ആരുടെ കയ്യിലാണോ ബാഡ്ജ് ഇരിക്കുന്നത് അവർക്കായിരിക്കും ഇനി ആ ബാഡ്ജ് സ്വന്തം എന്നായിരുന്നു ഗെയിം. അങ്ങനെ ഗെയിം തുടങ്ങി. എല്ലാരും കൂടി ആ ചെറിയ സർക്കിളിന്റെ മണ്ടയിലേക്ക് ചാടി വീണു. എല്ലാവരുടെ മണ്ട അടുക്കി വെച്ചേക്കായിരുന്നു എല്ലാരും കൂടി. അപ്പൊ അങ്ങനെ നമ്മുടെ ബാഡ്ജ് സ്വന്താക്കിയത് ശരിക്കും ഷാനവാസും ആര്യനും ആ ബാഡ്ജ് സ്വന്താക്കി. ആരോ എടുത്തെറിഞ്ഞ കൂട്ടത്തിൽ ഈ ബാഡ്ജ് പുറത്തു വന്ന് വീഴുകയും ജിസയിൽ ഏറ്റവും ബാക്കിലാണ് ഓടിപ്പോയത്. ജിസയിൽ ആ ബാഡ്ജ് എടുക്കുകയും ചെയ്തു. അപ്പൊ ആ ഗെയിമിലെ വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷാനവാസും ആര്യനും ജിസയിലും ആണ്. പക്ഷേ ജിസേലിന് ബാഡ്ജ് വെക്കാൻ അനുവാദമില്ല, കാരണം ജിസേലിന്റെ പെട്ടി ഓൾറെഡി തിരിച്ചയച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ജിസേലിന് ആ ബാഡ്ജ് കിട്ടിയാലും ഒരു സാധനങ്ങളും കൊടുക്കാനായിട്ട് ബിഗ് ബോസിന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് ആ ബാഡ്ജ് ജിസേലിന് ആർക്കെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കാം. അങ്ങനെ ജിസേൽ സെലക്ട് ചെയ്തത് നമ്മുടെ അഭിലാഷിനാണ്. അപ്പൊ ഇപ്പൊ ബാഡ്ജസ് കയ്യിലിരിക്കുന്നത് അഭിലാഷിന്റെ കയ്യിലും ഷാനവാസിന്റെ കയ്യിലും അതുപോലെ ആര്യന്റെ കയ്യിലുമാണ്. ബാഡ്ജ് കിട്ടിയ അന്ന് മുതൽ, അതായത് ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോ മുതൽ ഇന്ന് വരെ ബാഡ്ജ് ഇപ്പോഴും ആര്യന്റെ കയ്യിൽ തന്നെയാണ്. ആര്യൻ അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. അതിനുശേഷം മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നമുക്ക് വരാം. നമ്മുടെ മത്സരാർത്ഥികൾ, അതായത് മിഡ് വീക്ക് എവിക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 പേര് അവരെ സഹായിക്കാൻ വേണ്ടി കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരാണ് ആദ്യത്തെ മത്സരം ചെയ്യേണ്ടത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിറ്റോ എന്തെങ്കിലും ആകാം, അവരുടെ കലാവിരുത് പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരമാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന്ന് വിന്നറിനെ സെലക്ട് ചെയ്യേണ്ടത് ഈ നോമിനേറ്റഡ് ആയ 6 പേര് ജഡ്ജസ് ആയിട്ട് ഇരുന്നിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഗെയിം ഒക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫെയർ ആയിട്ടായിരുന്നു അതില് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തെന്ന്? എനിക്ക് പേഴ്സണലി തോന്നിയത് അനീഷിന്റെ ടീം ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും ലാസ്റ്റ് സ്ഥാനം കൊടുത്തു എന്നതാണ് എനിക്ക് മനസ്സിലായത് പേഴ്സണലി. അതിലും അവരെക്കാളും മോശമായിട്ട് അതിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് അവരെക്കാട്ടിലും കൂടിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്തു. കാരണം അവിടെ ആദില പറയുന്നുണ്ടായിരുന്നു അനീഷ് മാത്രമാണ് ജഡ്ജസിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ചേർന്ന് എപ്പോഴും തീരുമാനം ഒരുമിച്ചെടുക്കുന്നു, അവരൊരു ഗ്രൂപ്പായിട്ടാണ് അവിടെ പ്ലേ ചെയ്തതെന്ന് പിന്നീട് ആദില പുറത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ അനീഷായിരുന്നു ഏറ്റവും ലാസ്റ്റ് സ്ഥാനത്ത് വന്നത്. പക്ഷേ ബിഗ് ബോസ് നമ്മളെ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, എന്തിനും നമ്മളെ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസിനെയും ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു. ഒരു ഗെയിം കൂടി, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ഗെയിം. ആ ഗെയിമിൽ പങ്കെടുക്കേണ്ടത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളവരല്ല, കണ്ടസ്റ്റൻസ് തന്നെയാണ് പങ്കെടുക്കേണ്ടതെന്ന് വന്നു. എല്ലാരും കൈകൊട്ടി ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. കാരണം എങ്ങനെയാണ് ഈ നോമിനേറ്റഡ് ആയിട്ടുള്ളവർ കളിക്കുന്നത് എന്ന് നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങി. അതായത് ഒരു ബസർ വെച്ചിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് എല്ലാം ദൂരെ നിന്നിട്ട് നമ്മുടെ ബസർ മുഴങ്ങുമ്പോൾ ആദ്യം ഓടി വന്ന് ഈ ബസറിൽ ആരാണോ ഞെക്കുന്നത് അവർക്ക് ഓരോരുത്തർക്കും കുറച്ച് കോയിൻ മറ്റേ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അവര് മറ്റുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ അനീഷാണ് ആദ്യം ഓടി വന്ന് ബസർ
അമർത്തിയത്. അപ്പൊ അനീഷിന് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് അവരുടെ കയ്യിലുള്ള സ്റ്റോൺസ് തട്ടിയെടുക്കാം ഒരു 7 സെക്കൻഡിനുള്ളിൽ. ആ സ്റ്റോൺസ് കിട്ടിയാൽ എത്ര സ്റ്റോൺസ് ആണോ അനീഷിന്റെ കയ്യിലുള്ളത് അത്രയും പോയിന്റ്സ് അനീഷിന് സ്കോർ ബോർഡിൽ കൂടും. അനീഷിന്റെ ഭാഗ്യം എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ കളിച്ച ഗെയിമിൽ നമ്മുടെ അനീഷ് വിൻ ചെയ്യുകയും ഏറ്റവും ലാസ്റ്റിൽ ഡെഡ് സോണിൽ പോകാൻ റെഡി ആയിട്ടിരുന്ന നമ്മുടെ അനീഷ് ഏറ്റവും ഫസ്റ്റിൽ എത്തുകയും ഡെഡ് സോണിലേക്ക് ഒനിയിലും സരിക കെവിയും പോകേണ്ട അവസ്ഥയായി. കാരണം അനീഷ് അതിൽ വളരെ ഗംഭീരം, അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അനീഷ് ആ ഗെയിം കളിച്ചിട്ടുള്ളത്. അപ്പൊ അനീഷാണ് അതിൽ വിൻ ചെയ്തിട്ടുള്ളത്. അതായത് ടോട്ടൽ സ്കോർ നോക്കുകയാണെങ്കിൽ അനീഷാണ് ഇപ്പൊ ഫസ്റ്റിൽ നിൽക്കുന്നത്. അങ്ങനെ സരിക കെവിയും ഒനിയിലും ഡെഡ് സോണിലേക്ക് പോവുകയും ചെയ്തു. അത് മാത്രല്ല, ഈ ഗെയിം നടന്ന സമയത്ത് അനുമോള് നമ്മുടെ അനീഷിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ശരത്തും സരിക, കലാഭവൻ സരികയും മറ്റു കണ്ടസ്റ്റൻസ് ഒക്കെ തമ്മിൽ അവിടെ ഒരു ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മുടെ അനുമോൾ ഇപ്പൊ ജിസേലിനെ വിടാതെ പിന്തുടരുകയാണ്. ജിസേൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ, ജിസേലിന്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ, ബെഡിന്റെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എപ്പോഴും കൈ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി അവിടെ ഒരു ചർച്ച വന്നു. പക്ഷെ അനുമോൾക്ക് ഒന്നും കണ്ടെത്താനായില്ല. പക്ഷെ എങ്കിലും ജിസേലിന്റെ പിന്നാലെ തന്നെയാണ്. അത് കൂടാതെ അക്ബർ ഒക്കെ പുറത്തിരുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അക്ബർ ശരത്തിന്റെ അടുത്ത് വേറെ കുറച്ച് കണ്ടസ്റ്റൻസ് ഇരിക്കുമ്പോ തന്നെ പറയാണ്, പുറത്തെ ഹീറോ അനീഷ് ആണെങ്കിൽ ശരത്തെ നീ ഓർത്തോ, നീയാണ് വില്ലൻ. ഇനി നീയാണ് ഹീറോ എങ്കിൽ നീ ഓർത്തോ, അനീഷ് ആണ് ഇവിടുത്തെ വില്ലൻ. ഇതാണ് എനിക്ക് ഇത്രയും ദിവസം അനലൈസ് ചെയ്തതിൽ നിന്നും മനസ്സിലായത് എന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഇത്രയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു.